രാജ്യത്തിന് ഇതാ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി കൂടി ലഭിച്ചിരിക്കുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി എന്നാണ് അതിൻ്റെ പേര്. ആ പാർട്ടിയുടെ നേതാവായി രംഗത്ത് വന്നിരിക്കുന്നത് അഭിജിത്ത് ദീപക് എന്ന ചെറുപ്പക്കാരനാണ്. 2 ദിവസത്തിനകം ഏതാണ്ട് 50,000-ഓളം അംഗങ്ങൾ ആ പാർട്ടിയുടെ ഭാഗമായി. 2 MP-മാരും ഇപ്പോൾ ആ പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചു. എന്താണ് ഇങ്ങനൊരു പാർട്ടി രൂപീകരിക്കാൻ ശ്രീ അഭിജിത്ത് ദീപകിനെയും കൂട്ടരെയും പ്രേരിപ്പിച്ചതെന്ന് പരിശോധിക്കുമ്പോഴാണ് രാജ്യത്തിൻ്റെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ സൂര്യകാന്ത് മിശ്രയുടെ ഒരു പ്രസ്താവന ചെറുപ്പക്കാരെ കൊണ്ട് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. സൂര്യകാന്ത് അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലിരുന്നു കൊണ്ട് നടത്തിയ ഒരു പരാമർശം, തൊഴിലില്ലാതെ നടക്കുന്ന ചെറുപ്പക്കാരാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതു ഇടങ്ങളിലുമൊക്കെ പുതിയ അഭിപ്രായ രൂപീകരണത്തിന് ശ്രമിക്കുന്നതെന്നും തൊഴിലില്ലാത്തവരുടെ ഒരു ഇടമാണ് മാധ്യമ പ്രവർത്തനമെന്നും വിവരാവകാശത്തിന് വേണ്ടി ഇത്തരം ആളുകൾ നടത്തുന്ന ശ്രമങ്ങൾ ഇത്തരം ആളുകളെ പാറ്റകളോടും ഇത്തിക്കണ്ണികളോടുമാണ് അദ്ദേഹം ഉപമിച്ചത്. ഈ പരാമർശത്തിനെതിരായിട്ടുള്ള പുതിയ തലമുറയുടെ പ്രതിഷേധം എന്ന അർത്ഥത്തിലാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന കേൾക്കുമ്പോൾ ഒരു തമാശയായി തോന്നുന്ന സറ്ററിറ്റിക്കൽ പാർട്ടി എന്ന് പരാമർശിക്കാവുന്ന ഈ പാർട്ടിയുടെ രൂപീകരണം. എന്നാൽ ഈ പാർട്ടി മുന്നോട്ട് വെക്കുന്ന 5 മുദ്രാവാക്യങ്ങൾ ഇന്ത്യൻ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ഒരിക്കൽ കൂടി വിമർശനാത്മകമായി വിലയിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിലൊന്നാമത് ഈ പാർട്ടി പറയുന്നത്, ഞങ്ങളോടൊപ്പം ഇന്ത്യയിലെ ജനങ്ങൾ അണിനിരന്നാൽ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിക്കുന്ന, ഒപ്പം ഹൈക്കോടതിയിൽ നിന്ന് വിരമിക്കുന്ന ജഡ്ജിമാർ രാജ്യസഭാ സീറ്റിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ഞങ്ങൾ ഒഴിവാക്കുമെന്നാണ്. ഇങ്ങനെയൊരു പ്രഖ്യാപനം കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്നത് യഥാർത്ഥത്തിൽ മുൻ സുപ്രീം കോടതി ജഡ്ജിമാർ രാഷ്ട്രീയ ലാക്കോടെ എടുത്ത ചില തീരുമാനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് നമ്മൾക്കറിയാമല്ലോ. രണ്ടാമത് അവർ പറയുന്നു, രാജ്യത്ത് സ്ത്രീകളുടെ നിയമനിർമ്മാണ സഭകളിലെ പങ്കാളിത്തം 33% ആക്കുന്നതിൻ്റെ പേരിൽ ഒരു കാരണവശാലും അവരുടെ പേരിൽ പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച പുരുഷാധിപത്യത്തെ മറ്റൊരു തരത്തിൽ താലോലിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന്. മറ്റൊന്ന് അവർ പറയുന്നത്, അദാനിയും അംബാനിയും പോലെയുള്ള മാധ്യമ മുതലാളിമാരെ മാധ്യമ മേഖല കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഗോദി മീഡിയയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ സ്വത്ത് വിവരങ്ങൾ കണ്ടെത്തി അത് ദേശസാൽക്കരിക്കും. മറ്റൊരു ഗൗരവതരമായ അവരുടെ ഒരു ഓഫർ, ഏതെങ്കിലും ഇന്ത്യൻ പൗരന് വോട്ടവകാശം നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് ഉത്തരവാദിയായ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ UAPA ചുമത്തി, രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഞങ്ങൾ അറസ്റ്റ് ചെയ്യും തുടങ്ങിയ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ വളരെ ഗൗരവതരമായി വിമർശനാത്മകമായി വിലയിരുത്തുന്ന ഈ പുതിയ പാർട്ടിയുടെ പരീക്ഷണം ഒരു പക്ഷേ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടല്ലെങ്കിൽ പോലും രാജ്യത്തിൻ്റെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ജനങ്ങളുടെ മുന്നിൽ ചർച്ചകൾക്ക്, വിമർശനങ്ങൾക്ക് വിധേയമാക്കാൻ അവസരമൊരുക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ മറന്നുപോയ മറ്റൊരു സമാനമായ പാർട്ടി രൂപീകരണം 2009 നടന്നു. അതിൻ്റെ പേര് സൂട്ട് കേസ് പാർട്ടി എന്നായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ പാർലമെന്റിനുള്ളിലും പുറത്തും സാമാജികരെ വിലയ്ക്ക് വാങ്ങാൻ ശ്രമം ശക്തമായിക്കൊണ്ടിരുന്ന ആ കാലത്ത് സൂട്ട് കേസിൻ്റെ വലിപ്പമനുസരിച്ച് പാർട്ടിയിലേക്ക് അംഗങ്ങളെ ചേർക്കാൻ ഇതാ ഒരു പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഇന്ത്യൻ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള ആ പാർട്ടിയുടെ രൂപീകരണത്തെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പുതിയ പരീക്ഷണം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നോക്കൂ, നമ്മുടെ രാജ്യം അത്യപൂർവമായ സാമ്പത്തിക സാമൂഹ്യ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ സുപ്രീം കോടതി മുതൽ താഴേക്കിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തുന്നവരുടെ പല നിലപാടുകളും സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ മനസ്സിലാക്കാതെയും എന്നാൽ
സാധാരണ ജനങ്ങളെ കുറ്റപ്പെടുത്തിയും കൊണ്ടാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ രൂപീകരണം.